മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആത്മധൈര്യം. ജീവിത വിജയം നേടുന്നതിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് ആത്മധൈര്യം. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ആത്മധൈര്യം സ്വരൂപിക്കാമെന്ന് ഇന്നത്തെ ചർച്ചയിലൂടെ നമുക്ക് ശ്രവിക്കാം. ആത്മധൈര്യം ഇന്ന് നമുക്ക് കൈമോശം വരുന്ന ഒരു മനുഷ്യ സ്വഭാവമാണ്. പല വ്യക്തികൾക്കും ആത്മധൈര്യത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് ജീവിതത്തിൽ പല പരാജയങ്ങളും അവർ ഏറ്റുവാങ്ങുകയാണ്. ഇന്ന് ആത്മധൈര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് ലോകത്തിൽ വളരെ ഭയാനകമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും നമ്മളെ അക്കാര്യത്തിൽ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വ്യക്തികളിൽ കുറഞ്ഞു വരുന്ന ആത്മധൈര്യത്തിൻ്റെ ഒരു പ്രവണതയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മൾ ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുകയാണ്. എങ്ങനെ നമുക്ക് ആത്മധൈര്യമുള്ള ഒരു വ്യക്തിയായി മുന്നേറാൻ കഴിയും? അതിന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ബലം പ്രാപിക്കണം? എവിടെയൊക്കെയാണ് നമ്മുടെ ന്യൂനതകൾ? ഇതെല്ലാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ ജെയിംസ് ജോസഫ്. കഴിഞ്ഞ 40 വർഷമായി ദുബൈയിൽ ജീവിച്ച് ദുബായ് സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ വിവിധ തലങ്ങളിൽ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന ശ്രീ ജെയിംസ് ജോസഫിനെ ഞാൻ ഈ ചർച്ചയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 21 വർഷമായി ദുബൈയിൽ മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു നേഴ്സായി, അതോടൊപ്പം തന്നെ നല്ലൊരു വീട്ടമ്മയായി, അതുപോലെ ദേവാലയത്തിലെ വിവിധ ശുശ്രൂഷകളിൽ നേതൃത്വം കൊടുത്ത് പ്രാർത്ഥനയിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും UAE തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമാണ് ശ്രീമതി ബിനി തോമസ്. ഈ ചർച്ചയിലേക്ക് ബിനി ചേച്ചിയെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജെയിംസ് ചേട്ടാ, എന്തുകൊണ്ടാണ് ഈ ആത്മവിശ്വാസം മനുഷ്യന് വേണം എന്ന് പറയുന്നത്? മറ്റ് മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യന് ഈ ആത്മവിശ്വാസം വേണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നതും അങ്ങനെ കരുതുന്നതും? അതിൻ്റെ കാരണം എന്താണ്? നാം എല്ലാവരും നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അംബാസഡേഴ്സാണ്. ഒരു അംബാസഡർ അല്ലെങ്കിൽ സ്ഥാനപതി താൻ ആയിരിക്കുന്ന രാജ്യത്ത് തന്നെ അയച്ച ഭരണാധിപൻ്റെ ഹിതം നിറവേറ്റുന്നയാളാണ്. നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച സമയത്ത് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമുക്ക് ഏദൻ തോട്ടത്തിലേക്കൊന്ന് നോക്കാം. അവിടെ ആദിമ മാതാപിതാക്കളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം അവർക്ക് വേണ്ടി ഏദൻ തോട്ടം ഒരുക്കി. ഏദൻ തോട്ടത്തിൽ ജീവിതം ആസ്വദിക്കണമെന്നതായിരുന്നു കർത്താവിൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ നാം ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായിരിക്കുന്നു അവിടെ ആത്മധൈര്യത്തോടുകൂടി ജീവിക്കുവാൻ, വിജയിക്കുവാൻ വേണ്ട എല്ലാ ഗുണങ്ങളും നന്മകളും നമ്മിൽ നിക്ഷേപിച്ചിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിക്കുന്നത്. ഈശ്വർ പറഞ്ഞ പോലെ ഈ നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ പോകുമ്പോൾ ആഴമായ ഒരു ദൈവവിശ്വാസത്തിൽ നിന്നും ആർജിച്ചെടുക്കുന്ന ഒന്നാണ് ഈ ആത്മധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ആത്മധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം? ഒരാൾക്ക് തന്നോട് തന്നെയുള്ള ഒരു വിശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ ആത്മധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം. ഇപ്പം നമ്മെ തന്നെ സ്നേഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മെ വിശ്വസിക്കണമെങ്കിൽ നാം ആക്കിയ ദൈവത്തെ ആ ദൈവത്തെ നമ്മൾ ആദ്യം വിശ്വസിക്കണം. അപ്പോൾ ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് തന്നെ ബഹുമാനിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. മനുഷ്യൻ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ
അത് ദൈവാശ്രയ ബോധത്തോടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഴമായ വിശ്വാസത്തോടെ ഒരു ആത്മധൈര്യം വീണ്ടെടുത്തുകൊണ്ട് അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ആത്മധൈര്യം ഇല്ലാതെ പോകുന്നത് കൊണ്ട് മനുഷ്യൻ ഇന്ന് വീണു പോകുന്നു, തകർന്നു പോകുന്നു അവസ്ഥയിലേക്ക് വരിക. കാറ്റിലേക്കും കോളിലേക്കും മാത്രം അത് മിനിറ്റിന് അത് കയറി വരുന്നു, അതിന്റെ ശക്തി കൂടി വരുന്നു, കൂടി അവസാനം മുങ്ങിയെത്താന്ന് പോകുന്നു. നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ അവർ മറന്നു പോകുന്നു. അതാണ് കറക്റ്റാണ് ചേച്ചി പറഞ്ഞത്. അതാണ് അവരുടെ ജീവിതത്തിൽ വലിയ താന്നു പോകുന്നു. അപ്പൊ നമ്മള് ശരിക്കും അത് എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആരും ഒരു നാളും അവരെ തന്നെ വെറുക്കുന്നില്ല. സത്യത്തിൽ ഒത്തിരി ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ട്. നമ്മളെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തിയ, നമുക്ക് ആത്മവിശ്വാസം പകർന്നു തന്ന ജീവിതത്തിൽ ഒത്തിരി നിരവധി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞാൽ തീരാത്ത പോലെയുണ്ട്. ജെയിംസ് ചേട്ടൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? റെജി ബ്രദറെ, തീർച്ചയായിട്ടും എൻ്റെ ഒരു ജീവിത സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്ക് സാധിക്കും. നാം എല്ലാവരും വളരണം, വലുതാകണം എന്ന ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്നവരാണ്. ഞാൻ ഒരു അക്കൗണ്ടൻ്റായി, ചീഫ് അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്ന ഒരവസരം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് തോന്നി ആ ശമ്പളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ മറ്റു സ്ഥാപനങ്ങളിൽ ജോലി അന്വേഷിച്ചു. പക്ഷേ ഒരു കൊമേഴ്സ് ബിരുദധാരിയായ എനിക്ക് ഒരു അക്കൗണ്ടൻറ്റിൻ്റെയോ ചീഫ് അക്കൗണ്ടൻറ്റിൻ്റെയോ ഓഡിറ്ററിൻ്റെയോ ഒരു ജോലിയും ലഭ്യമായിരുന്നില്ല. അന്ന് എന്നെ പരിചയമുള്ള ഒരു എംപ്ലോയർ, ഒരു കമ്പനി ഉടമ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞാൻ ജോലി സാധ്യതയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലോ ജോലിയൊന്നും തരാൻ എനിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ സാധിക്കും. 100% വളരെ വിഭിന്നമായ ഒരു ജോലി സാധ്യത. ഞാൻ കർത്താവുമായിട്ട് ആലോചിച്ചു. ഞാനൊരു സെയിൽസ്മാൻ, ഒരു സെയിൽസ് ഫീൽഡിൽ ജോലി ചെയ്തിട്ടില്ല. ഇതൊരു ഷിപ്പിംഗ് കമ്പനിയാണ്. ഒരു ഷിപ്പിംഗ് എന്താണെന്നോ ഷിപ്പിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എനിക്കില്ല. പക്ഷേ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നോട് മന്ത്രിച്ച കർത്താവ്, നീ ഏറ്റെടുക്കുക എന്നെനിക്ക് ധൈര്യം തന്ന ആ കർത്താവ് ആ ജോലി ഏറ്റെടുക്കുവാനായിട്ടുള്ള ആത്മധൈര്യം എനിക്ക് പ്രദാനം ചെയ്തു. ഇത് ഏതാണ്ട് 17 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഒരു പ്രൊഫഷനിൽ നിന്ന് മാറി വേറൊരു പ്രൊഫഷനിൽ കണ്ണുനീരോടുകൂടി കർത്താവിനോട് ഞാൻ ചോദിച്ച അവസരങ്ങളുണ്ട്, എനിക്കിവിടെ വിജയിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ന് സന്തോഷത്തോടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധിക്കും, ഇന്ന് ഞാനൊരു സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ്. ദൈവം എനിക്ക് തന്ന ആത്മധൈര്യമാണ് ഇന്ന് ഈ വിജയത്തിലേക്ക് എന്നെ നയിച്ചത്. പല ആളുകൾക്ക് ഇന്ന് ഇല്ലാത്തൊരു കാര്യമാണ്, ഒരു ജോലി നഷ്ടപ്പെട്ടാൽ എൻ്റെ ഫീൽഡിൽ ഇല്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ 1 വർഷം വരെ ജോലി പോലും അന്വേഷിക്കാതെ അവർക്ക് ആ കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് അവർ അങ്ങനെ തന്നെ നിന്ന് പോകുന്ന ഒരുപാട് പേരുണ്ട്. വർഷങ്ങൾ നഷ്ടപ്പെടുന്ന അനേകരുണ്ട്. അതും യുവാക്കൾ 10, 20 അല്ലെങ്കിൽ 30 വയസ്സ് ബിലോ 40 ആ ഏജ് ഗ്രൂപ്പിലുള്ളവർ പലപ്പോഴും അങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് നമുക്ക് തന്നെ വിഷമം തോന്നാറുണ്ട്. അപ്പം അവിടെ 51ാമത്തെ വയസ്സിൽ ജെയിംസ് ചേട്ടൻ കാണിച്ചു കൊടുത്ത ഒരു ധീരമായ മാതൃക, അതാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആത്മവിശ്വാസം അല്ലെങ്കിൽ ആത്മധൈര്യം എന്ന് പറയുന്നത്. ചേച്ചിക്ക് എന്തെങ്കിലും ഓർത്തെടുത്ത്? എൻ്റെ ദൈവവിശ്വാസത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ ആത്മധൈര്യത്തോടെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ട അനവധി അനുഭവങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഇപ്പം ഞാൻ അടുത്ത് നടന്നൊരു സംഭവം, അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം മുമ്പ് നടന്നൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി സംബന്ധമായിട്ടൊരു അമേരിക്കൻ ബോർഡ് എക്സാം എഴുതേണ്ടി വന്നു എനിക്ക്. അപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ 2 മാസത്തെ ട്രെയിനിങ് തന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞായിരുന്നു എക്സാം. അങ്ങനെ നന്നായി പഠിച്ചൊരുങ്ങി പ്രാർത്ഥിച്ചൊരുങ്ങിയൊക്കെ എക്സാമിന് പോയി. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി. പ്രാർത്ഥനയോടെ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഒന്നും മനസ്സിലാകുന്നില്ല, എല്ലാ ആൻസറും ഒരേപോലെ തോന്നി. വീണ്ടും പോയി ഒരു 10 വരെ ചെന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ കണ്ണിലാകെ ഇരുട്ട് കയറി, ഹൃദയത്തിൻ്റെ ഇടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എനിക്ക് എന്തെന്നില്ലാത്ത വിഷമം എനിക്ക് പറഞ്ഞറിയിക്കാൻ മേല. ഞാൻ ഉടനെ ആ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ വെച്ചിട്ട് കണ്ണടിച്ച് കൈകൂപ്പി അവിടെ ഇരുന്നിട്ട് ഈശോയോട് ചോദിച്ചു, ഈശോയെ ഞാൻ എത്ര പ്രാർത്ഥിച്ചൊരുങ്ങി പഠിച്ചിട്ടൊക്കെയാണ് വന്നത്, എന്നിട്ട് എന്താ ഇങ്ങനെ? ആകെ വിഷമത്തോടെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുക, ദൈവം എന്നോട് സംസാരിക്കുന്ന എനിക്ക് തോന്നുക.
നീ ഇതുവരെ എന്നെ മനസ്സിലാക്കിയില്ല, നീ ധൈര്യമായിട്ട് എക്സാം എഴുതിക്കോ, നിൻ്റെ കൂടെ ഞാനുണ്ട്. പെട്ടെന്ന് തന്നെ എനിക്ക് എവിടുന്നോ ഒരു ആത്മധൈര്യം, ഒരു ആത്മവിശ്വാസം കിട്ടി. വീണ്ടും എൻ്റെ കണ്ണൊക്കെ ശരിക്കും തുറന്ന് ഐഡിപ്പൊക്കെ മാറി എക്സാം എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതി കഴിഞ്ഞ 100 ക്വസ്റ്റ്യനാണ്. മാർക്ക് പാസ്സാകാൻ 80 എണ്ണം 80 മാർക്ക് വേണം. ഇറങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ മാനുഷിക ബുദ്ധി ചിന്തിച്ചാൽ ശരിക്കും എനിക്ക് അറിയാവുന്ന 10-15 ക്വസ്റ്റ്യനെ ഞാൻ ശരിയായിട്ട് ആൻസർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നോട് തമ്പുരാൻ പറഞ്ഞ ആ ഒരു നീ എൻ്റെ കൂടെ ഞാനുണ്ട്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം, ആ ഒരു ആത്മവിശ്വാസത്തോടെ ഞാൻ മുന്നേറി. 2 മാസം കഴിഞ്ഞ റിസൾട്ട് വന്നത്. ഒരു ആത്മധൈര്യം എനിക്ക് കിട്ടി, ഞാൻ പാസ്സാകും. ഫിസിക്കലി ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എഴുതിയ ആൻസർ അനുസരിച്ച് 10-15 ആൻസറേ കറക്റ്റായിട്ടുള്ളൂ. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് വന്നത്. അത് അമേരിക്കയിൽ നിന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റും റിസൾട്ടൊക്കെ. അപ്പോൾ ഞാൻ പാസ്സായി. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ അടിയുറച്ച് നമ്മൾ ഒരു ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ ഏത് പ്രതിസന്ധിയിലും തീർച്ചയായും ദൈവം നമ്മളെ സഹായിക്കും. ആഴമായ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഈ ആത്മധൈര്യം നമുക്കുണ്ടെങ്കിൽ അത് തന്നെയാണ് തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. 98-ൽ എൻ്റെ ഒരു ജീവിതത്തിൽ നടന്നൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാനന്ന് MBAക്ക് പഠിക്കുകയാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് 2 പേപ്പർ കിട്ടാനുണ്ട്. അപ്പം അത് അരിയറാണ്. അപ്പോൾ അത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് വലിയൊരു ബാഗുമൊക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പം ഞാൻ എത്തുമ്പോൾ ട്രെയിൻ വരാൻ അല്പസമയമുള്ളൂ. അപ്പം ഫ്ലൈ ഓവർ കയറി അങ്ങനെ അടുത്ത പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ ടൈമില്ല. ഞാൻ ഷോർട്ട് കട്ട് ഇതിലൂടെ തന്നെ താഴോട്ട് ഇറങ്ങി പാളത്തിൻ്റെ അടുത്ത ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പക്ഷേ ഇറങ്ങുന്ന വഴിക്ക് കാലൊന്ന് സ്ലിപ്പായി. ഈ ബാഗിൻ്റെ വെയിറ്റ് കൂടുതലായിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വലത് കൈ ഈ ട്രാക്കിലേക്ക് വീണ് അതിൻ്റെ മുകളിലോട്ടാണ് ഞാനും ഈ ബാഗും കൂടെ വീഴുന്നത്. അപ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിലായി കൈക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ടെന്ന്. സ്റ്റേഷൻ മാസ്റ്റർ ഞാൻ ഓടി വന്ന് നോക്കി. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ കൈ ഇങ്ങനെ വളരുന്ന പോലെ നീര് വെച്ചിട്ട് ഒക്കെയാണ്. അപ്പോൾ തന്നെ അവരെല്ലാം കൂടെ വെച്ച് കിട്ടി എന്നെ ടാക്സിയിലാക്കി ഹോസ്പിറ്റലിലേക്ക് അവർ അയക്കുകയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് വലത് കൈയുടെ എൽബോ കൈമുട്ട് പൊട്ടി മാറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൈയുടെ കുഴ തെറ്റിയിട്ടുണ്ട്. അപ്പം ഡോക്ടർ ബോധമൊക്കെ കെടുത്തി ഇതെല്ലാം ചെയ്ത് പ്ലാസ്റ്ററൊക്കെ ഇട്ട് പിറ്റേന്ന് രാവിലെ എനിക്ക് ബോധമൊക്കെ വീണപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു 1 മാസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വലത് കൈയുടെ കുഴയാണ്. അപ്പോൾ എന്തെങ്കിലും അനങ്ങിയാൽ അത് ഭാവിയിൽ ബാധിക്കും. അത് എപ്പോഴും അനങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ഒരിക്കലും അത് രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് 1 മാസം അനങ്ങാതെ കിടക്കണം. എനിക്ക് പരീക്ഷയ്ക്ക് ഒരാഴ്ച കൂടി കഷ്ടിച്ചേ ഉള്ളൂ. 5-6 ദിവസത്തിനുള്ളിൽ എക്സാമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവരും വന്നിരുന്ന് കരയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം 1 മാസം കഴിഞ്ഞ് ജോലിക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകും, എല്ലാവരും ജോലിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രം പിന്നെയും അവിടെ സ്റ്റുഡൻ്റായിട്ട് അവിടെ കിടക്കുക. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഒഴുകുകയാണ്. വരുന്നവരെല്ലാവരും പലരും കരയുന്നുണ്ട്, അപ്പുറത്ത് പോയി കഷ്ടമായി പോയി എന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു അമ്മച്ചി, ഒരു 10-7 വയസ്സുള്ള ഒരമ്മച്ചി എൻ്റെ പള്ളിയിലുള്ളത്, അവരിത് അറിഞ്ഞിട്ട് എൻ്റെ അടുക്ക് വന്നു. അപ്പോൾ അവരിങ്ങനെ കുറച്ച് നോക്കിയിട്ട് അവരുടെ മുഖത്ത് ഭയങ്കര പുഞ്ചിരി. ആദ്യം വിചാരിച്ച് എന്നെ കളിയാക്കി അവർ ചിരിക്കുകയായിരിക്കും, നിനക്ക് ഇത് വേണമെന്നുള്ള രീതിയിൽ ചിരിക്കുകയാണെന്ന് ആദ്യം ഞാൻ വിചാരിച്ചു. പക്ഷേ അവർ കുറച്ചു നേരം അവിടെ നിന്നിട്ട് പറയുകയാണ്, മക്കൾക്ക് ദൈവം ബാലശിക്ഷ തരും, നീ ഇത് കണ്ട് പേടിക്കണ്ട, ഇതിലൂടെ ദൈവത്തിനൊരു അത്ഭുതം കാണിക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ദൈവം ഇത്. ഞാനപ്പോൾ ചിന്തിച്ചു, മാർപ്പാപ്പ ആ സമയത്ത് അവിടെ വന്ന് പറഞ്ഞാലും അത്രയും എനിക്കൊരു ആശ്വാസം ഉണ്ടാകുകയില്ല. അപ്പം ഞാൻ അത്രയും ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരാൾ ഇത്രയും ഒരു കാര്യം പറഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ ഇതെല്ലാം മാറി. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്ത് ചെയ്യാൻ പറ്റും. പ്രാർത്ഥിച്ചു, ദൈവത്തോട് ഇത് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഒരു ആശയം, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വേറെ ആൾക്ക് എക്സാം എഴുതാൻ കഴിയും. അപ്പോൾ ഞാൻ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറുമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഫൈറ്റ് ചെയ്യുകയാണ്. ഡോക്ടർ പറഞ്ഞു, നീ മണ്ടത്തരമാണ്, നിനക്ക് ഇത്രയും പ്രായമുണ്ട്, നീ ഇതൊന്നും ചിന്തിക്കാതല്ല ഇരിക്കുന്നത്, നീ ചെറുപ്പക്കാരനാണ്, യുക്തിപൂർവ്വം ചിന്തിക്കുക, നിനക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അത്രയും സീരിയസ് ആണ്, നിൻ്റെ കൈ അനങ്ങരുത്, 2 ആഴ്ച ഒരു വിധത്തിലും കൈ അനങ്ങരുത്, വീട്ടിൽ പോയി കംപ്ലീറ്റ് ബെഡിൽ കിടക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ എന്നോട് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിലിരുന്ന് ഞാനിത് തന്നെ വീട്ടുകാരോട് പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ ഒരു തൊട്ടിലൊക്കെ കെട്ടി കൈയൊക്കെ ഇട്ടിട്ടാണ് ട്രെയിനിൽ 10-11 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ കൈയുടെ പിന്നെയും ഒരു പ്രശ്നമായി. അപ്പോൾ ഞാനിത് എക്സാമിൻ്റെ തലേന്ന് ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ സംഭവം അറിയിച്ചപ്പം യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്, ഒരു എക്സാം എഴുതാൻ വരുന്ന ഒരു സ്റ്റുഡൻറ്റ് കൈ ഒടിഞ്ഞ്, അതും വലത് കൈ ഒടിഞ്ഞിട്ട്. അപ്പോൾ അവർ പെട്ടെന്ന് യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിലെ കൺട്രോളർ ഓഫ് എക്സാം
ഉണ്ട്, ബാക്കി അതിൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രോ VCA ഒക്കെ അവർ അറിയിച്ചു. അപ്പോൾ അവർ ഒരു മീറ്റിംഗ് കൂടിയിട്ട് അവർ പറഞ്ഞു, ഇയാൾ നേരിട്ട് യൂണിവേഴ്സിറ്റിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ, അവർ കൺട്രോളർ ബോധ്യപ്പെട്ടാൽ ഇങ്ങനെ ഒരാളെ പ്രോംപ്റ്റ് ചെയ്യിപ്പിച്ച് എക്സാം എഴുതിക്കാം. പക്ഷേ ഇൻഫർമേഷൻ കിട്ടുമ്പോഴേക്കും വളരെ വൈകുന്നേരമായി. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് എക്സാമാണ്. എനിക്ക് പിന്നെ അവിടുന്ന് ഒരു 3 മണിക്കൂർ 6 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയുണ്ട്. അപ്പോൾ അത് പറ്റില്ല, പോയിട്ട് വരാനുള്ള ഇതില്ല. അപ്പോൾ എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ തമിഴ് പയ്യന്, അപ്പോൾ രാവിലെ ഞങ്ങൾ തിരിച്ചു പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ്. 2 എക്സാം എഴുതണം, അപ്പം പെർമിഷൻ കിട്ടിയില്ല, എനിക്ക് എഴുതാനും പറ്റിയില്ല. അപ്പോൾ അന്ന് എൻ്റെ കൂടെ പഠിച്ചൊരു തമിഴ് കൂട്ടുകാരൻ്റെ മാരേജ് എൻഗേജ്മെൻ്റ് ആണ്. കല്യാണത്തിൻ്റെ ഉറപ്പിന് അവൻ ഇത് അറിഞ്ഞിട്ട് രാവിലെ പയ്യന് കാറിൽ ഓടി വരികയാണ് ഞാൻ താമസിക്കുന്ന ലോഡ്ജിലേക്ക്. അപ്പോൾ അവന് അവിടെ നിന്നിട്ട് ആരുടെയൊക്കെ വിളിച്ചു. അവന് കുറേ അവിടെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളതാണ്. അപ്പോൾ സംഭവം ഇങ്ങനെ ആയതുകൊണ്ട് ഒരു വിധത്തിൽ അവർ സമ്മതിക്കുകയില്ല. അപ്പോൾ അവൻ അവസാനം ഒരു അരമണിക്കൂറുള്ള എക്സാമിന് അവൻ എന്നോട് പറഞ്ഞു, നീ എന്താണേലും പോയി നിനക്ക് അറ്റൻഡ് ചെയ്ത്, നിൻ്റെ ഹോൾ ടിക്കറ്റ് ഉണ്ട്, നിനക്ക് അവിടെ ഇരിക്കുന്നതിന് ആർക്കും നിന്നെ തടയാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഞാനും അത് ആലോചിച്ചത്. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഞാൻ അവിടെ പോയിരുന്നു. അവൻ തന്നെ എന്നെ ഡ്രോപ്പ് ചെയ്തു. അവൻ്റെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ പോയി. അവിടെ ഇരുന്ന് ഇതെടുത്ത് നോക്കുമ്പോൾ മുഴുവൻ ഒരുമാതിരി എനിക്ക് പാസ് മാർക്ക് കിട്ടാനുള്ള എല്ലാ ഐറ്റവും ഇതിലുണ്ട്, പക്ഷേ എഴുതാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ടോ ദൈവത്തിൽ അത് ശരണം വെച്ചിട്ട് അത് ആൻസർ ഷീറ്റ് വാങ്ങി എഴുതാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ ചെറിയൊരു നോട്ട് കാണിച്ചു. എൻ്റെ കൈ ഒടിഞ്ഞുകൊണ്ട് ഹാൻഡ് റൈറ്റിങ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നോട്ട് എഴുതിയിട്ട് ഞാനത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന പോലെ വലത് കൈയും ഇടത് കൈയും ഒക്കെ ചേർത്ത് പിടിച്ചിട്ട് ഞാനത് എഴുതി. ഏതാണ്ട് ഒരു 65% മാർക്കോടെ ദൈവം ആ എക്സാമിൽ എന്നെ ജയിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൾ തന്നെ പിന്നെ എന്നെ വന്ന് കണ്ടിട്ട് നിനക്ക് എന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ട് റൂം അടച്ചിട്ട് ചോദിച്ചു, യൂണിവേഴ്സിറ്റിയിൽ ആരെയാണ് നിനക്ക് ഇത്രയും സ്വാധീനമുള്ള ആരാണ്, സത്യം പറ എന്ന് പറഞ്ഞിട്ട് അയാൾ എന്നോടൊരു 5 മിനിറ്റ് എന്നോട് ആർഗ്യൂ ചെയ്തു. ഞാൻ എന്തോ മറച്ചു വെക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം തന്നെയാണ് അവിടെ പ്രവർത്തിച്ചത്. നമുക്ക് തമ്മിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കും. നമുക്കതില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇന്നും ഞാൻ ഓർത്ത് എടുക്കുകയാണ്. 10-20 വർഷമാകുന്നു. പക്ഷേ ഇന്നും ഒരു മനസ്സിൽ നിറവുള്ള ഒരു സാക്ഷ്യമായിട്ട് അത് ഞാൻ കൊണ്ട് ജീവിതത്തിൽ അത് എന്നെ ഇന്നും നയിക്കുന്നു. വലിയൊരു അനുഭവം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ആത്മധൈര്യത്തോടെ തന്നെ ആത്മവിശ്വാസത്തോടെ തന്നെ വീണ്ടെടുത്ത ഒരു അനുഭവം. ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നത് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒന്ന് അയാളുടെ വിശുദ്ധി, മറ്റൊന്ന് അയാളിലുള്ള വിശ്വാസം, മറ്റൊന്ന് അയാൾ പുലർത്തുന്ന പ്രാർത്ഥനാനുഭവം. ഈ വിശുദ്ധി എങ്ങനെ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും? ജെയിംസ് ചേട്ടൻ്റെ വീക്ഷണം ഒന്ന് പറയാമോ? ആത്മധൈര്യം ആത്മാവ് നൽകുന്ന ധൈര്യമാണ്. ആത്മാവ് നൽകുന്ന വിശ്വാസമാണ് ആത്മവിശ്വാസം. ആത്മാവ് നമ്മോട് മന്ത്രിക്കുന്നു, നീ ഇതുവഴി പോകുക, നീ ഇത് കേൾക്കുക. ആ ആത്മാവിൻ്റെ മന്ത്രണം കേൾക്കുന്ന വ്യക്തിക്ക് മാത്രമേ ആത്മധൈര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവ് ഏതെല്ലാം വ്യക്തിയിൽ സഹവസിക്കുന്നു ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശുദ്ധിയുള്ളവർക്കേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരോടെ ദൈവം സംസാരിക്കുകയുള്ളൂ. വിശുദ്ധിയില്ലാത്ത വ്യക്തി, പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്നൊരു വ്യക്തി, ലോകത്തിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്നൊരു വ്യക്തി, ആ വ്യക്തിയിൽ ഒരുപക്ഷെ ആത്മാവ് മൃതനായിരിക്കും. ആത്മാവ് ആ വ്യക്തിയോട് സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് കേൾക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. അതുകൊണ്ട് ആത്മധൈര്യം സമ്പാദിച്ച് വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരു വ്യക്തി ആർജിക്കേണ്ട ഒരു ഗുണമാണ്, നന്മയാണ് വിശുദ്ധി. അതുപോലെ തന്നെ ഈക്വലായിട്ട് നമുക്ക് പറയാവുന്ന മറ്റൊരു ഗുണമാണ് വിശ്വസ്തത. വചനത്തിൽ നാം വീണ്ടും വായിക്കുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനായിരിക്കുന്നത് പോലെ വിശ്വസ്തനായി. ദൈവത്തോടുള്ള വിശ്വസ്തത. നാം ലോകത്തിൻ്റെ മായകളിലോ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലോ ഉൾപ്പെടാതെ നാം പഠിച്ചു പോകുന്ന ആ പ്രമാണങ്ങൾ,
ആ വിശ്വാസങ്ങൾ, അവയോട് വിശ്വസ്തത പുലർത്തി നാം ജീവിതത്തിൽ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു പ്രതിസന്ധിയെയും ആത്മധൈര്യത്തോടെ നമുക്ക് നേരിടാൻ സാധിക്കും. ഇന്ന് ആളുകളിൽ കുറഞ്ഞു വരുന്ന ഒന്നാണ് ആത്മവിശ്വാസം. അത് കുറഞ്ഞിട്ട് അതിന് പകരം അമിത വിശ്വാസം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസാണ് ഇന്ന് മനുഷ്യർക്ക്, അല്ലേ? അപ്പം ഓവർ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ദൈവത്തെ മറന്ന് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് മനുഷ്യർ വരികയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം, തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ബാബേൽ ഗോപുരത്തിന് സംഭവിച്ച അതേ അവസ്ഥയാണ്. കാരണം അഹങ്കാരത്തോടെ ആകാശമുട്ടെ എന്ന് അഹങ്കരിച്ചുകൊണ്ടുള്ള ആ ഒരു വാക്കുകളാണ് ബാബേൽ ഗോപുരം തകർക്കപ്പെട്ടത്. മുഴുവൻ അത് പൊളിഞ്ഞു വീഴുക എന്ന് പറഞ്ഞ പോലെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും ദൈവത്തെ മറന്ന് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുമ്പോഴാണ് പല വീഴ്ചകളും ഉണ്ടാകുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. അതുപോലെ ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് മക്കൾക്കൊക്കെ ആണെങ്കിലും അക്കാഡമിക്കലി നല്ല മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിലൊരു ഫെയിലർ സംഭവിച്ചാൽ പിന്നെ അതിനെ ഒന്ന് അതിജീവിക്കുവാനായിട്ട് പ്രയാസമാണ്. കാരണം ഒരു ആത്മവിശ്വാസമില്ല. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ദൈവത്തിൽ നിന്ന് ഇൻസ്റ്റൻറ്റ് ഗിഫ്റ്റാണ് ആഗ്രഹിക്കുക. അതായത് പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ ഉത്തരം ലഭിക്കണം. പക്ഷേ ഇവിടെ നമുക്കറിയാം, അബ്രഹാത്തോട് ദൈവം വാഗ്ദാനം ചെയ്തിട്ട് 25 വർഷക്കാലം ഈ വാഗ്ദാനം നിറവേറാൻ അബ്രഹാം കാത്തിരുന്നു. ഇന്ന് മനുഷ്യർ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഉടനടി കാര്യങ്ങൾ സാധിക്കുന്നില്ല എങ്കിൽ പല കുറുക്കുവഴികൾ തേടി പോവുകയാണ്. ആ കുറുക്കുവഴി ഒരുപക്ഷെ മദ്യത്തിന് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമകളാകുന്നു, ജഡികമായ പാപത്തിന് വീണുപോകുന്നു. ഇതിലൂടെയൊക്കെ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കുടുംബങ്ങൾ തകരുന്നു, വ്യക്തികൾ തകരുന്നു, ജീവിതത്തിലെ ബന്ധങ്ങളില്ലാതെയാകുന്നു, നിരവധിയായ തകർച്ചകൾ, കുടുംബജീവിതം തകർന്നു പോകുന്നു, വ്യക്തി ജീവിതങ്ങൾ തകരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ബേസിക്കായുള്ള ഒരു അടിസ്ഥാനം ആഴമായ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പല സാഹചര്യങ്ങളും ആത്മധൈര്യത്തോടെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ മനുഷ്യർക്ക് സാധിക്കാതെ പോകുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ജീവിതം തകരുന്നു. ഈ അവസ്ഥയൊക്കെ അതുകൊണ്ട് തന്നെയാണ് മെയിൻ കാരണം. പ്രാർത്ഥനയും ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ട ഒരു പഠിക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന. ഒരു മനുഷ്യനിൽ പ്രാർത്ഥന കുറയുന്നത് അവനിൽ തന്നെ ആത്മവീര്യം കെടുത്തിക്കളയും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സ്റ്റക്കായി പോകാം. തീർച്ചയായും പ്രാർത്ഥന നമുക്ക് 3 തരത്തിൽ പ്രാർത്ഥന നമ്മൾ പഠിക്കുന്നതാണ്. ഒന്ന് നമ്മുടെ പേഴ്സണൽ പ്രെയർ. എപ്പോഴും നമുക്ക് വ്യക്തിപരമായിട്ട് ദൈവത്തോടൊരു ബന്ധമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തിൽ നിന്നൊരു പേഴ്സണൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ നിന്നുള്ള ഒരു പേഴ്സണൽ കോൺഫിഡൻസ് എപ്പോഴും ആൾക്ക് ഏറി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ പേഴ്സണൽ പ്രെയർ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോൾ ഏത് കാറ്റും കോളും നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവം അതിനെ അതിജീവിക്കാനുള്ള ശക്തി തരുമെന്നുള്ള ഒരു വിശ്വാസം അത് പ്രാർത്ഥനയിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. മറ്റൊന്ന് നമ്മുടെ കുടുംബ പ്രാർത്ഥനയാണ്. പലപ്പോഴും ഇന്ന് മൂല്യശോഷണം വരുന്ന ഒരു സാധനമായിട്ട് കുടുംബ പ്രാർത്ഥന മാറുന്നുണ്ട്. കുടുംബ പ്രാർത്ഥന നടക്കുന്ന വീടുകളിൽ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ അവർ എഴുന്നേറ്റ് പോവുകയാണ്. സത്യത്തിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് 15 മിനിറ്റെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആ ദിവസങ്ങളിലുള്ള നല്ല കാര്യങ്ങളും ചിരിതമാശകളും ആ ദിവസങ്ങളിലുണ്ടായ എന്തെങ്കിലും ദൈവത്തോടെ ചേർന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് ഷെയർ ചെയ്ത് നല്ലതും അവരൊന്ന് സന്തോഷിച്ച് ചിരിച്ച് ഒന്ന് ഷെയർ ചെയ്ത് അതെ കുടുംബ ബന്ധങ്ങൾ കുറച്ചും കൂടി ഒന്ന് ആഴമാക്കുന്നതിന് അത് വളരെ സഹായകമാണ്. അത് കുടുംബ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ എടുത്ത് എല്ലാവരും കൂടി ഇരുന്ന് പരസ്പരം അന്നത്തെ കാര്യങ്ങളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യുകയും പരസ്പരം അത് വളരെ നല്ല ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കൂട്ടായ്മ പ്രാർത്ഥനകൾ നമ്മുടെ ദേവാലയത്തിൽ നമ്മുടെ പ്രെയർ ഗ്രൂപ്പുകളിലുള്ള പ്രാർത്ഥനകളോട് നമ്മൾ ചേർന്ന് വളർന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് കണ്ട് വളരാൻ പറ്റും. അത് നമ്മളുടെ ഒരു പരിധി വരെ ഒത്തിരി കോൺഫിഡൻസ് ആത്മവിശ്വാസം നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും നമുക്ക് ഒരുപാട് ആത്മധൈര്യം നേടിയെടുക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇന്ന് ശോഷിച്ചു പോകുന്ന ആത്മീയ ജീവിതത്തിൻ്റെ കുറവുകൾ മനസ്സിലാക്കി പ്രാർത്ഥനാ ജീവിതം, വിശ്വാസ ജീവിതം, അതുപോലെ തന്നെ ജീവിത വിശുദ്ധി ഇതെല്ലാം നേടിയെടുക്കുവാൻ ഇന്നത്തെ ഇളം തലമുറയെ
നാം പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവരെല്ലാവരും അവരുടെ ജീവിത മേഖലകളിൽ അവരെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്ഥാനപതികളായി, അംബാസഡറായി ജീവിതത്തിൽ വിരാജിക്കുന്നത് കാണുവാൻ തീർച്ചയായിട്ടും സാധിക്കും. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കേണ്ട ഘടകങ്ങളാണ് നമ്മൾ ഇത്രയും സമയം ചർച്ച ചെയ്തത്. ഒരു വ്യക്തി ആത്മധൈര്യത്തോടെ എങ്ങനെ മുന്നേറണം എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ദാവീദ് രാജാവിനെ കണ്ടാണ് നമ്മൾ ആത്മധൈര്യം പഠിക്കേണ്ടത്. 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നൊരു വാചകം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും അങ്ങ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ആത്മധൈര്യം, മരണത്തെ ഫേസ് ചെയ്യുമ്പോൾ പോലും ദാവീദിനുള്ള ആത്മധൈര്യം അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ 1 സാമുവേൽ 17:45 ഗോലിയാത്ത് എന്ന വലിയൊരു മല്ലനെ ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, എല്ലാവരും കളിയാക്കുകയാണ്, എല്ലാവരും വീട്ടിൽ പോടാ എന്ന് പറയുമ്പോൾ ദാവീദ് അവിടെ നിന്നിട്ട് ഈ ഗോലിയാത്തിനെ നോക്കി ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. എന്ത് ധൈര്യത്തോടാണ് ദാവീദ് അത് പറയുന്നത് നമ്മൾ ചിന്തിക്കണം. വാളും കുന്തവുമായി നീ എന്നെ നേരിടാൻ വരുന്നു, എന്നാൽ ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത് എന്ന് പറഞ്ഞ് ചെറിയ 3 കല്ലും കഷ്ണങ്ങൾ കൊണ്ട് ഗോലിയാത്ത് എന്ന മല്ലനെ തറവറ്റിക്കുകയാണ്. നോക്കുക, ഒരു കൊച്ചു പയ്യൻ്റെ ആത്മവിശ്വാസം ദൈവം കൂടെ ഉണ്ടെങ്കിൽ. നമ്മളിതാണ് പഠിച്ചത്, നമ്മളിതാണ് ശ്രവിച്ചത്. നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളാം, ആത്മവിശ്വാസത്തോടെ മുന്നേറാം. ദൈവം പറയട്ടെ, നീ ആത്മവിശ്വാസത്തോടെ മുന്നേറുക, അതിലൂടെ ഞാനൊന്ന് മഹത്വപ്പെടട്ടെ. നമ്മുടെ ആത്മവിശ്വാസം കണ്ട് മറ്റുള്ളവർ ഒരുപാട് പഠിക്കാനുണ്ട്. ചുറ്റുപാടുമുള്ളവർക്ക് നമുക്കിത് പഠിപ്പിച്ചു കൊടുക്കാം. ആത്മവിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെ കഴിയുമെന്നുള്ളത് നമ്മളിൽ മാത്രമല്ല മറ്റുള്ളവർക്കും അതൊരു വിജയഗാഥയാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ജെയിംസ് ചേട്ടനെയും ബിനി ചേച്ചിയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഇത് ശ്രവിച്ച നിങ്ങളെയും ആത്മധൈര്യത്തോടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊയ്തെടുക്കാൻ സർവശക്തനായ ദൈവം ക്ഷണിക്കട്ടെ. നിങ്ങളെ ദൈവം അതിന് ഉപകരണങ്ങളാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം ഏവർക്കും ആശംസിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മധൈര്യത്തോടെ എങ്ങനെ ജീവിതത്തിൻ്റെ ഉന്നതിയിലെത്താമെന്ന് ഏവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുറപ്പാടിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാ